നമസ്കാരം, വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഉത്തര മലബാറിലെ പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ കൊട്ടിയൂരിൽ വൈശാഖ മഹോത്സവത്തിന് ഭക്തജന തിരക്കേറുന്നു. ദിനംപ്രതി എത്തുന്നത് ആയിരക്കണക്കിന് വിശ്വാസികൾ. തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡിൽ മദ്യപിക്കുന്നതിനിടെ തർക്കം. മധ്യവയസ്കനെ കൊലപ്പെടുത്താൻ ശ്രമം, യുവാവ് പിടിയിൽ. തലശ്ശേരി സബ് ഡിവിഷൻ പോലീസ് ഓഫീസിനും തലശ്ശേരി പിണറായി പോലീസ് സ്റ്റേഷനുകൾക്കും ISO സർട്ടിഫിക്കറ്റ് ലഭിച്ചു. ISO ഡയറക്ടർ N ശ്രീകുമാർ തലശ്ശേരിയിൽ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. എവറസ്റ്റ് ബേസ് ക്യാമ്പ് കീഴടക്കിയ തലശ്ശേരി സ്വദേശികളെ ആദരിച്ച് സുഹൃത്ത് സംഘം. എവറസ്റ്റ് ബേസ് സാഹസികമായി കീഴടക്കിയത് 3 അംഗ സുഹൃത്തുക്കൾ. വാർത്തകൾ വിശദമായി. ഉത്തര മലബാറിലെ പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ഭക്തജന തിരക്കേറുന്നു. വിവിധ ജില്ലകളിൽ നിന്നും ഇതര സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായി ആയിരക്കണക്കിന് വിശ്വാസികളാണ് ദിവസേന ക്ഷേത്ര ദർശനത്തിനും വഴിപാടുകൾക്കുമായി ഇവിടെ എത്തുന്നത്. ഉത്തര മലബാറിലെ പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ കൊട്ടിയൂരിൽ വൈശാഖ മഹോത്സവത്തിന് ഭക്തജന തിരക്കേറുന്നു. ഓരോ ദിനം പിന്നിടുമ്പോഴും ഭക്തജന പ്രവാഹം തുടരുകയാണ്. വിവിധ ജില്ലകളിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമായി ആയിരക്കണക്കിന് വിശ്വാസികളാണ് ദിവസേന ക്ഷേത്ര ദർശനത്തിനും വഴിപാടുകൾക്കുമായി എത്തുന്നത്. മഹോത്സവത്തിൻ്റെ പ്രധാന ചടങ്ങുകൾ പുരോഗമിക്കുന്നതിനിടെ അക്കരെ കൊട്ടിയൂർ ക്ഷേത്ര പരിസരത്തും ഇക്കരെ ക്ഷേത്ര മേഖലയിലും ഭക്തരുടെ നീണ്ട നിരയാണ് അനുഭവപ്പെടുന്നത്. ദർശനത്തിനും നെയ്യഭിഷേകത്തിനും മറ്റ് വഴിപാടുകൾക്കുമായി വലിയ തോതിൽ വിശ്വാസികൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭക്തജനങ്ങളുടെ സൗകര്യാർത്ഥം ദേവസ്വം, പോലീസ്, ആരോഗ്യവകുപ്പ്, ഫയർഫോഴ്സ്, വിവിധ സന്നദ്ധ സംഘടനകൾ എന്നിവയുടെ നേതൃത്വത്തിൽ വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. കുടിവെള്ള വിതരണം, മെഡിക്കൽ സഹായം, ഗതാഗത നിയന്ത്രണം തുടങ്ങിയ സേവനങ്ങളും കാര്യക്ഷമമായി നടപ്പിലാക്കുന്നുണ്ട്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൻ്റെ 4 ചതുശതങ്ങളിൽ ആദ്യത്തെ തിരുവാതിര ചതുശതം ചൊവ്വാഴ്ച സമർപ്പിക്കും. ഉച്ചയ്ക്ക് പന്തിരടി പൂജക്കൊപ്പമാണ് ചതുശതം അഥവാ വലിയ വട്ടളം പായസം നിവേദിച്ചത്. കരിമ്പനയ്ക്കൽ ചാത്തോത്തൂരാളിൻ്റെ തറവാട് വകയാണ് ആദ്യ പായസം. 100 ഇടങ്ങഴിയരി, 100 നാളികേരം, 100 കിലോ ശർക്കരയും നെയ്യും ചേർത്താണ് പായസം തയ്യാറാക്കിയത്. തിരുവാതിര, പുണർദം, ആയില്യം, അത്തം എന്നീ നാളുകളിലാണ് വലിയ വട്ടളം പായസം നിവേദിക്കുന്നത്. തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡിൽ മദ്യപിക്കുന്നതിനിടെ ഉണ്ടായ തർക്കം കൊലപാതക ശ്രമത്തിൽ കലാശിച്ചു. ബ്ലേഡ് ഉപയോഗിച്ച് കഴുത്തറുത്ത് മധ്യവയസ്കനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1:45 സംഭവം. ചെമ്പിലോട് സ്വദേശിയായ നാസർ എന്നയാൾക്കാണ് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റത്. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് മദ്യം കഴിച്ചുകൊണ്ടിരിക്കുകയുണ്ടായ വാക്തർക്കമാണ് പിന്നീട് അക്രമാസക്തമായി ഏറ്റുമുട്ടലിലേക്ക് നീങ്ങിയത്. തർക്കത്തിനിടെ ഷാഹിദ് എന്ന യുവാവ് ബ്ലേഡ് ഉപയോഗിച്ച് നാസറിൻ്റെ കഴുത്തിൽ മാരകമായി ആക്രമിച്ചുവെന്നാണ് പോലീസ് പറയുന്നത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ സ്ഥലത്തെത്തിയ പോലീസ് ഉടൻ ഇടപെട്ട് പരിക്കേറ്റ നാസറിനെ തലശ്ശേരി ജനറൽ ആശുപത്രിയിലെത്തിച്ചു. എന്നാൽ കഴുത്തിലേറ്റ മുറിവ് ഗുരുതരമായതിനാൽ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. നാസറിൻ്റെ ആരോഗ്യനില ഗുരുതരമാണെന്നാണ് ലഭിക്കുന്ന വിവരം. സംഭവം ബന്ധപ്പെട്ട് ഷാഹിദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. ആക്രമണത്തിന് പിന്നിലെ കൂടുതൽ സാഹചര്യങ്ങളും തർക്കത്തിന്റെ യഥാർത്ഥ കാരണവും അന്വേഷിച്ചു വരുന്നതായി പോലീസ് പറഞ്ഞു. അതേസമയം പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സാമൂഹ്യവിരുദ്ധരുടെ സാന്നിധ്യവും മദ്യപാനവും വർദ്ധിച്ചു വരുന്നതായി വ്യാപാരികളും യാത്രക്കാരും പരാതിപ്പെട്ടിരുന്നു. ദിവസവും വിവിധ സന്നദ്ധ സംഘടനകളും വ്യക്തികളും ഇവിടെ ഭക്ഷണ വിതരണം നടത്താറുണ്ട്. ഈ സേവനം ദുരുപയോഗം ചെയ്ത് ജോലിക്ക് പോകാതെ ഭക്ഷണം കഴിക്കുകയും മദ്യപിച്ച് ഇവിടെ തമ്പടിക്കുകയും ചെയ്യുന്നവരുടെ എണ്ണവും കൂടി വരികയാണ്. മുമ്പ് ഇത്തരം പ്രവണതകൾ നിയന്ത്രിക്കാൻ പോലീസ് കർശന നടപടി സ്വീകരിച്ചിരുന്നുവെങ്കിലും അടുത്ത കാലത്തായി വീണ്ടും സ്ഥിതി മോശമായതായി വ്യാപാരികളും യാത്രക്കാരും പറയുന്നു. ബസ് സ്റ്റാൻഡും പരിസര പ്രദേശങ്ങളും കേന്ദ്രീകരിച്ച് കൂടുതൽ പോലീസ് നിരീക്ഷണവും പരിശോധനയും ശക്തമാക്കണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട്. തലശ്ശേരി സബ് ഡിവിഷൻ പോലീസ് ഓഫീസിനും തലശ്ശേരി പിണറായി പോലീസ് സ്റ്റേഷനും
ISO സർട്ടിഫിക്കറ്റ് ലഭിച്ചു. ISO ഡയറക്ടർ N. ശ്രീകുമാർ തലശ്ശേരിയിൽ സർട്ടിഫിക്കറ്റ് കൈമാറി. തലശ്ശേരി നടന്ന ചടങ്ങ് സിറ്റി പോലീസ് കമ്മീഷണർ P. നിതിൻ രാജ് IPS ഉദ്ഘാടനം ചെയ്തു. തലശ്ശേരി ACP ഓഫീസ് അങ്കണത്തിൽ ഒരുക്കിയ ചടങ്ങിൽ വെച്ചാണ് ISO സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തത്. കണ്ണൂർ സിറ്റി പോലീസ് ജില്ലയിലെ തലശ്ശേരി സബ് ഡിവിഷൻ പോലീസ് ഓഫീസിനും തലശ്ശേരി പോലീസ് സ്റ്റേഷനും പിണറായി പോലീസ് സ്റ്റേഷനുമാണ് ISO 9001-9015 ക്വാളിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം അംഗീകരിച്ച സർട്ടിഫിക്കറ്റ് ലഭിച്ചത്. ഈ സർട്ടിഫിക്കറ്റുകളാണ് വിതരണം ചെയ്തത്. ISO ഡയറക്ടർ N. ശ്രീകുമാർ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. കേരള പോലീസിന്റെ തെക്കേ അറ്റം മുതൽ ഇപ്പോൾ വടക്കേ അറ്റം വരെ ആവാറായി. ADGP ലോ ആൻഡ് ഓർഡർ വരെ ചെയ്തു. തിരുവനന്തപുരത്ത് ബറ്റാലിയൻ ഹെഡ്ക്വാർട്ടർ ചെയ്തു. ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച 2 കാര്യാലയങ്ങളാണ് ADGP ലോ ആൻഡ് ഓർഡറും ബറ്റാലിയൻ ഹെഡ്ക്വാർട്ടറും. ബറ്റാലിയൻ ഹെഡ്ക്വാർട്ടർ എന്ന് പറയുന്നത് പോലീസ് ബറ്റാലിയന്റെ കംപ്ലീറ്റ് എല്ലാ ക്യാമ്പുകളുടെയും സുപ്രീം അതോറിറ്റിയാണ്. പക്ഷെ അവിടെ ചെന്നാൽ ഒരു മൺതരി കിട്ടണമെങ്കിൽ നമ്മൾ കൈയൊക്കെ നിരത്തി തുടങ്ങണം, എന്നാലും കിട്ടൂല. അത്രയ്ക്ക് ബെസ്റ്റായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് അത്രയും ഭംഗിയുള്ള ഒരു ഓഫീസ്. ഞാൻ കേരളം മുതൽ പഞ്ചാബ് വരെ 17 സംസ്ഥാനങ്ങളാണ് ചെയ്യുന്നത്. ഭാഗ്യവശാൽ മഹാത്മാഗാന്ധിയുടെ ജന്മസ്ഥലമായ പോർബന്ദർ റെയിൽവേ സ്റ്റേഷൻ ISO ചെയ്യാൻ പറ്റി. ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാരണാസി റെയിൽവേ സ്റ്റേഷൻ ISO ചെയ്യാൻ പറ്റി. മുൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ വീടിനടുത്തുള്ള പിണറായി പോലീസ് സ്റ്റേഷൻ നമ്മളിപ്പോൾ ചെയ്തു. ഇനിയും പല പല ഫസ്റ്റ് നമ്പറുകൾ വരുന്നുണ്ട്. ഇവിടെയൊക്കെ ഏറ്റവും അഭിമാനിക്കാൻ എനിക്ക് ഇന്ന് കഴിയുന്നു. കാരണം ഇത്രയും ഫാസ്റ്റായിട്ട് ഏറ്റെടുത്തൊരു ദൗത്യം, ഇത്രയും ഈ ദിവസത്തിന്റെ പ്രത്യേകത നിതിൻ രാജ് സാർ ഇന്ന് പോകുന്ന ദിവസം തന്നെ എനിക്ക് ഇത് കൊടുക്കാൻ കഴിയൂ എന്നുള്ളതാണ്. ചടങ്ങിന്റെ ഉദ്ഘാടനം സിറ്റി പോലീസ് കമ്മീഷണർ P. നിതിൻ രാജ് IPS നിർവഹിച്ചു. ഇന്ന് തലശ്ശേരി പോലീസ് സ്റ്റേഷനും തലശ്ശേരി ASP ഓഫീസും പിണറായി പോലീസ് സ്റ്റേഷനും ഒക്കെ ISO സർട്ടിഫിക്കേഷനിലേക്ക് വരുന്ന സമയത്ത് അത്തരത്തിലുള്ള ഒരു ഉത്തരവാദിത്വമാണ് തീർച്ചയായിട്ടും നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. അപ്പോൾ അതിനെ നിലനിർത്തിക്കൊണ്ടു പോകുന്നതിന് വേണ്ടിയിട്ട് അത് ഒരു പോലീസ് സ്റ്റേഷൻ ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ടതാണെങ്കിലും അതിൻ്റെ ഡേ ടു ഡേ പോലീസിങ്ങിൻ്റെ വേരിയസ് ആയിട്ടുള്ള ആസ്പെക്റ്റുകളാണെങ്കിലും ഒക്കെ കഴിയുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാം എന്നുള്ള ഒരു ഉറപ്പാണ് ഇവിടെ നിങ്ങൾ ഓരോരുത്തരും, പ്രത്യേകിച്ചിട്ട് ആ സ്റ്റേഷനുകളുടെ കൺസേൺ യൂണിറ്റുകളുടെ ഭാഗമായി നിൽക്കുന്നവർ ഇവിടെ മുന്നോട്ട് വെക്കേണ്ടതും അത്തരത്തിലുള്ള ഒരു പ്രതിജ്ഞയാണ്. എൻ്റെ ഒരു സന്തോഷം, വ്യക്തിപരമായിട്ടുള്ളൊരു സന്തോഷം, കണ്ണൂരിൽ കമ്മീഷണറായിട്ട് ചാർജ് എടുത്തതിന് ശേഷം ഇവിടെ അറ്റൻഡ് ചെയ്ത ഏറ്റവും ആദ്യത്തെ പരിപാടികളിലൊന്ന് തലശ്ശേരി പോലീസ് സ്റ്റേഷന് അതിന് മുൻപത്തെ വർഷത്തെ മികച്ച പോലീസ് സ്റ്റേഷനുള്ള അവാർഡ് ലഭിച്ചതുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തിയ ഒരു അനുമോദന പരിപാടിയായിരുന്നു. ഞാൻ കഴിഞ്ഞ വർഷം ജോയിൻ ചെയ്തതിന് ശേഷം ഉണ്ടായിരുന്ന ആദ്യത്തെ പരിപാടി. കണ്ണൂരിൽ നിന്ന് ഇന്ന് ഔദ്യോഗികമായി വിടവാങ്ങുന്ന ഈ ഒരു നിമിഷത്തിലും അതേ തലശ്ശേരി പോലീസ് സ്റ്റേഷനും അതേ തലശ്ശേരിയിലും വീണ്ടും മനോഹരമായിട്ടുള്ള ഒരു സർട്ടിഫിക്കേഷൻ്റെ പരിപാടിയോടുകൂടി അറ്റൻഡ് ചെയ്തു പോകുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ സന്തോഷമുള്ളൊരു കാര്യമാണ്. സ്ഥലം മാറിപ്പോകുന്ന സിറ്റി പോലീസ് കമ്മീഷണർക്കുള്ള ഉപഹാരവും ചടങ്ങിൽ സമ്മാനിച്ചു. തലശ്ശേരി ACP ഡോക്ടർ M. നന്ദഗോപൻ IPS അധ്യക്ഷനായി. തലശ്ശേരി പോലീസ് ഇൻസ്പെക്ടർ N. പ്രജീഷ് സ്വാഗതം പറഞ്ഞു. കണ്ണൂർ സിറ്റി പോലീസ് അഡീഷണൽ പോലീസ് സൂപ്രണ്ട് AP ചന്ദ്രൻ, മാഹി പോലീസ് സൂപ്രണ്ട് വിനയ് കുമാർ ഗാഡ്ഗെ മുഖ്യാതിഥിയായി. We had series of interstate coordination meeting wherein sir guided and instructed us how to ensure that there is a peaceful and fair and free elections in both state of Kerala and the Union Territory of Pondicherry. So there was event-free, incident-free elections in both the states. So I execute my heartfelt gratitude to Nitin Raj sir. Thank you sir. കണ്ണൂർ സിറ്റി അഡീഷണൽ പോലീസ് സൂപ്രണ്ട് AP ചന്ദ്രൻ, KPOA ജില്ലാ ട്രഷറർ P. ബിജു, വൈസ് പ്രസിഡന്റ് KC സുകേഷ്, പിണറായി പോലീസ് ഇൻസ്പെക്ടർ N. അജേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കുറ്റകൃത്യങ്ങൾ ഫലപ്രദമായി തടയുന്നതിലും മികച്ച ക്രമസമാധാന പരിപാലനം നടപ്പിലാക്കുന്നതിലും പൊതുജന സമാധാനം നിലനിർത്തുന്നതിലും അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പൊതുജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം ലഭ്യമാക്കിയതിനാണ് ISO സർട്ടിഫിക്കറ്റ് ലഭിച്ചത്. ഹരിത പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടും മെച്ചപ്പെട്ട ജനമൈത്രി പോലീസ് സേവനം ഉറപ്പാക്കിയും കൃത്യമായും എളുപ്പത്തിലും ലഭ്യമാക്കാവുന്ന രീതിയിൽ ഫയൽ സംവിധാനം ഒരുക്കിയും പോലീസ് സേനാംഗങ്ങൾക്ക് സമ്മർദ്ദമില്ലാതെ ജോലി ചെയ്യുന്നതിനുള്ള
തൊഴിൽ സാഹചര്യം ഒരുക്കുന്നതിനും കൂടിയാണ് സർട്ടിഫിക്കറ്റ്. പോലീസ് ഉദ്യോഗസ്ഥരുടെ ശാരീരിക മാനസിക ഉല്ലാസത്തിനുതകുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ നടപ്പാക്കിയതും പൊതുജനങ്ങൾക്ക് മികച്ച സേവനം നൽകുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പരിഗണിച്ചുമാണ് സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കിയത്. ലോക ഫുട്ബോൾ മാമാങ്കത്തിൻ്റെ ആവേശം ലോകമെമ്പാടും അലയടിക്കുമ്പോൾ അതിൻ്റെ പ്രതിഫലനം ഗ്രാമീണ മേഖലയായ അഴിയൂർ കരുവയലിലും നിറഞ്ഞു നിൽക്കുകയാണ്. ഫുട്ബോളിനോടുള്ള അതിരില്ലാത്ത സ്നേഹവും കായിക സൗഹൃദത്തിൻ്റെ സന്ദേശവും ഉയർത്തിപ്പിടിച്ച് ഫൈറ്റേഴ്സ് സ്പോർട്സ് ആൻഡ് അക്ഷയ കലാകേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ലോക ഫുട്ബോൾ മാമാങ്കാഘോഷം ശ്രദ്ധേയമായിരിക്കുകയാണ്. ഒരു റിപ്പോർട്ട്. വിവിധ രാജ്യങ്ങളുടെ ദേശീയ പതാകകളും ഫുട്ബോൾ ടീമുകളുടെ ബാനറുകളും ഫ്ലക്സ് ബോർഡുകളും കൊണ്ട് അലങ്കരിച്ച പ്രദേശം ആഘോഷവേദിയെ വർണ്ണാഭമാക്കി. ബ്രസീൽ, അർജന്റീന, പോർച്ചുഗൽ, ജർമ്മനി, ഇംഗ്ലണ്ട് തുടങ്ങിയ ലോകപ്രശസ്ത ടീമുകളുടെ ആരാധകർ തങ്ങളുടെ പ്രിയ ടീമുകൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ആവേശത്തോടെ പരിപാടിയുടെ ഭാഗമായി. വിവിധ ടീമുകളുടെ ജേഴ്സികളണിഞ്ഞെത്തിയ യുവാക്കളും കുട്ടികളും ആഘോഷത്തിന് കൂടുതൽ നിറം പകർന്നു. പരിപാടിയിൽ വാർഡംഗം റുക്സാന, മുൻ വാർഡംഗം ഫിറോസ് കളാണ്ടി, മുൻ അഴിയൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തോട്ടത്തെ ശശിധരൻ തുടങ്ങിയവർ പങ്കെടുത്തു. എല്ലാ ലോകകപ്പിൽ ഫുട്ബോളിന്റെ ആവേശം ഉൾക്കൊണ്ട് എല്ലാ കാലങ്ങളിലുള്ള പോലെ തന്നെ ഈ പ്രാവശ്യവും കരുവേൽ എല്ലാ പ്രായഭേദമന്യേ ചെറുപ്പക്കാർ, ചെറിയ കുട്ടികൾ മുതൽ പ്രായമുള്ള ആൾക്കാർ വരെ ഒത്തുചേർന്നിട്ടുള്ള ഒരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. കാലാകാലങ്ങളിലുള്ള പോലത്തേക്കാളും വളരെ വാശിയേറിയ ഒരു പ്രകടനമാണ് ഇപ്രാവശ്യം കരുവേലിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. മെസ്സിയുടെയും റൊണാൾഡോയുടെയും നെയ്മറുടെയും എല്ലാം വലിയ കട്ടൗട്ടുകൾ ഉയർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബാനറുകൾ ബ്രസീൽ, അർജന്റീന, പോർച്ചുഗൽ തുടങ്ങിയ വലിയ വലിയ ബാനറുകൾ രാഷ്ട്രങ്ങളുടെ ബാനറുകൾ ഉയർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇംഗ്ലണ്ട്, ബ്രസീൽ, അർജന്റീന, പോർച്ചുഗൽ, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളുടെയൊക്കെ കൊടികളും ഇവിടെ ആവേശത്തോടെ ഉയർത്തിയിട്ടുണ്ട്. എല്ലാ നമ്മുടെ പ്രദേശത്തുള്ള മുഴുവൻ ആൾക്കാരും ഇതിൽ ഒത്തുചേർന്നിട്ടുണ്ട്. ഫുട്ബോൾ എന്ന കായിക ഇനം ലോകജനതയെ ഒരുമിപ്പിക്കുന്ന ശക്തിയാണെന്നും കായികരംഗം സമൂഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും മൂല്യങ്ങൾ വളർത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്നും ചടങ്ങിനെത്തിയവർ അഭിപ്രായപ്പെട്ടു. രാഷ്ട്രീയവും സാമൂഹികവുമായ വ്യത്യസ്ത പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള ആളുകൾ ഒരേ വേദിയിൽ ഒത്തുചേർന്ന് ആഘോഷത്തിൽ പങ്കാളികളായതും പരിപാടിയുടെ പ്രധാന ആകർഷണമായി. അഭിപ്രായ വ്യത്യാസങ്ങൾക്കപ്പുറം കായികരംഗം മനുഷ്യരെ ഒന്നിപ്പിക്കുന്നുവെന്ന സന്ദേശമാണ് ഈ ചടങ്ങ് നൽകുന്നത്. ലോക ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുന്ന ഈ അവസരത്തിൽ അഴിയൂരിലെ കരുവയലിലെ ഫൈറ്റേഴ്സ് ടീം ആവേശത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിയാണ് ഞാൻ കണ്ടുപിടിക്കുന്നത്. ഫൈറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം മറന്നുകൊണ്ട് ഈ പ്രദേശത്ത് ഫുട്ബോളിന് ഒരു ആവേശമായി മുന്നിട്ട് പോകുന്ന ഒരു ടീമാണ് ഫൈറ്റേഴ്സ്. എക്കാലത്തും ഈ സ്ഥലത്ത് വെച്ച് ഫുട്ബോൾ ടൂർണമെന്റ് പല സമയത്തും നടന്നിട്ടുണ്ട്. വളരെ ആവേശത്തോടു കൂടി മുന്നേറുന്ന ഒരു ടീമാണ് ഫൈറ്റേഴ്സ്. അവർക്ക് ഈ ചടങ്ങിൽ എന്റെ എല്ലാവിധ ആശംസകളും ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എത്തുന്നു. ജയ് ബ്രസീൽ! ഫുട്ബോളിനോടുള്ള പൊതുവായ ഇഷ്ടവും ലോക കായികമേളയോടുള്ള ആവേശവുമാണ് എല്ലാവരെയും ഒരുമിപ്പിക്കുന്നത്. കായിക രംഗത്തിൻ്റെ സാമൂഹിക പ്രസക്തിയും യുവജനങ്ങളെ ആരോഗ്യകരമായ ജീവിതശൈലിയിലേക്ക് നയിക്കുന്നതിനുള്ള പങ്കും പരിപാടിയിൽ ചർച്ചയായി. മിഥുൻലാൽ, ലിനീഷ്, രാമചന്ദ്രൻ, ജിംലാഷ്, ജിതിൻ എന്നിവരടക്കം നിരവധി കായിക പ്രേമികളും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്ത് ആഘോഷത്തിന് പിന്തുണ നൽകി. അഴിയൂർ കരുവയലിലെ ലോക ഫുട്ബോൾ മാമാങ്കാഘോഷം കായിക പ്രേമികളുടെ സംഗമം മാത്രമല്ല, സാമൂഹിക ഐക്യത്തിൻ്റെ കൂട്ടായ്മയുടെയും ഉജ്ജ്വല മാതൃകയായും മാറുകയാണ്. എല്ലാം ഇതെന്താ ഓരോ കുറേ കാത്തുന്നു വരുന്നില്ല. കണ്ണൂർ ജില്ലാ ഒളിമ്പിക്സ് അസോസിയേഷനും സ്പോർട്സ് കൗൺസിലും ചേർന്ന് കണ്ണൂർ ജില്ലയിൽ 2036 വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിക്കുന്നു.
2036 ഒളിമ്പിക്സിനെ ഇന്ത്യയിലേക്ക് വരവേൽക്കുന്നതിൻ്റെ ഭാഗമായാണ് വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിക്കുന്നത്. കണ്ണൂർ ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജില്ലാ സ്പോർട്സ് കൗൺസിലുമായി സഹകരിച്ച് ഒളിമ്പിക് ദിനമായ ജൂൺ 23 കണ്ണൂരിൽ നടത്തുന്ന ഒളിമ്പിക് റണ്ണിന്റെ പ്രചരണാർത്ഥവും 2036 ഒളിമ്പിക്സിനെ ഇന്ത്യയിലേക്ക് വരവേൽക്കുന്നതിൻ്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിൽ 2036 വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്നു. ഇതിൻ്റെ ജില്ലാതല ഉദ്ഘാടനം കണ്ണൂർ മുനിസിപ്പൽ ഹൈസ്കൂളിൽ ടി.ഒ. മോഹനൻ MLA നിർവഹിച്ചു. അത് കേവലം കായിക മേഖലയിൽ മാത്രമുള്ള ആളുകളുടെ ആഗ്രഹമല്ല. ഇന്ത്യ ഒരുപാട് വളർന്നു മുന്നോട്ട് പോയി എന്ന് പറയുമ്പോൾ കായിക മേഖലയിൽ വളരെ പിന്നോക്കം തന്നെയാണ്. ഇവിടെ 2036 ഒളിമ്പിക്സ് നമ്മുടെ നാട്ടിൽ കൊണ്ടുവരണം എന്ന ആഗ്രഹത്തിൻ്റെ ഭാഗമായി ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ 2036 വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ച് പരിപാലിച്ചുകൊണ്ട് ഒളിമ്പിക് ഫോറസ്റ്റ് ഉണ്ടാക്കുക, ആ നിലയിലാണ് ശ്രമമെങ്കിൽ എനിക്ക് പറയാനുള്ളത് എൻ്റെ കുട്ടികളോട്, 2036 ഒളിമ്പിക് ഇന്ത്യയിൽ നടക്കുമെങ്കിൽ ഇവിടെ നിന്ന് പണ്ട് PT ഉഷ ഇവിടെ നിന്നാണ് പോയത്. അപ്പോൾ ഇതുപോലെ ആ ഒളിമ്പിക്സിൽ ഞങ്ങളിൽ നിന്നും ആളുകൾ ഉണ്ടാകും എന്ന പ്രതിജ്ഞയോടെ ഇന്ന് മുതൽ പ്രതിജ്ഞ നല്ല പരിശീലനം ആരംഭിച്ച് ഇച്ഛാശക്തിയോടെ നിങ്ങൾക്ക് ആവശ്യമുള്ള സഹായങ്ങളൊക്കെ തന്നെ ചെയ്തു തരാൻ ഒരുപാട് സംഘടനകളുണ്ട്. ജനപ്രതിനിധി എന്നുള്ളതിൽ MLA എന്നുള്ളതിൽ ഞാനും നിങ്ങളോടൊപ്പം നിൽക്കാൻ തയ്യാറാണ്. നമുക്ക് അത് നേടിയെടുക്കണം. അത് ആത്മവിശ്വാസത്തോടെ കഠിന പ്രയത്നത്തിലൂടെ നല്ല പോരാട്ടത്തിലൂടെ ആ ഇന്ത്യൻ ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ, ഈ ലോക ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ ഇവിടെ നിന്ന് ഒരാൾ ഉണ്ടാകും, ഒരാളെന്നല്ല ഒന്നിലധികം ആളുകൾ ഉണ്ടാകും എന്ന വാശിയോടെ അതിൻ്റെ പരിശീലനവുമായിട്ട് മുന്നോട്ട് പോവുക. ഒളിമ്പിക് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ PK ജഗന്നാഥൻ സ്വാഗതം പറഞ്ഞു. സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് PM അഖിൽ അധ്യക്ഷനായി. പ്രധാന അധ്യാപിക K ജ്യോതി, ഷാഹിൻ പള്ളിക്കണ്ടി, K രാജേഷ്, സുമേഷ് ചടിയത്ത്, ബാബു പണ്ണേരി തുടങ്ങിയവർ സംസാരിച്ചു. സമഗ്ര ശിക്ഷാ കേരളം തലശ്ശേരി സൗത്ത് BRCയുടെ പുസ്തക പ്രകാശനം തലശ്ശേരി മുബാർക്ക് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. കൂർത്തം അടയാളം പുസ്തകത്തിൻ്റെ പ്രകാശനം കവി വീരാൻകുട്ടി നിർവഹിച്ചു. സമഗ്ര ശിക്ഷാ കേരളം സൗത്ത് BRCയുടെ പുസ്തക പ്രകാശനം തലശ്ശേരി മുബാർക്ക് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. എഴുത്തുകാരനും കവിയുമായ വീരാൻകുട്ടി പുസ്തക പ്രകാശനം നിർവഹിച്ചു. മുബാർക്ക് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപകൻ കുഞ്ഞുമൊയ്ത് മാസ്റ്റർ ആദ്യ പ്രതി ഏറ്റുവാങ്ങി. വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ നിശ്ചിതമായ വിമർശനമാണെങ്കിൽ കാണുന്നത് അധ്യാപകൻ ആരാണ്? എല്ലാം അറിയുന്നതാണ്. കുട്ടികളോ ഒന്നും അറിഞ്ഞുകൂടാത്തയാണ്. അതുകൊണ്ട് ഈ കവിതയിലെ എല്ലാ സത്യവും ആദ്യം പറയുന്നത് ആരാ? കുട്ടിയാണ്. അതേ സത്യം തന്നെയാണ് ആരും പറയുന്നത്? അധ്യാപകൻ പറയുന്നത്. പക്ഷെ അധ്യാപകൻ പറയുന്നു നീ പറയുന്നത് ശരിയല്ല, അല്ലേ? അതേ കാര്യം പറഞ്ഞുകൊണ്ട്, കാരണം അറിവിൻ്റെ ജ്ഞാനത്തിൻ്റെ അധിപൻ ആരാ? അധ്യാപകൻ. വ്യവസ്ഥയാണ്, അല്ലെങ്കിൽ നമുക്കൊരു സിസ്റ്റമാണെന്ന് പറയാം. ഇതിനെ തിരുത്തി കുറിക്കുന്ന വിദ്യാഭ്യാസമാണ് കഴിഞ്ഞ 25 വർഷത്തോളമായിട്ട് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി കേന്ദ്രിതമായ വിദ്യാഭ്യാസം. നിങ്ങൾ കേന്ദ്രത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ അറിവ് ഉൽപ്പാദിപ്പിക്കുന്ന, നിങ്ങൾ അറിവ് അന്വേഷിച്ചു പോകുന്ന, നിങ്ങൾക്കകത്തുള്ള അറിവിനെ പുറത്തേക്ക് എടുക്കുന്ന മാന്ത്രികതയുടെ വിദ്യാഭ്യാസം. അതിൻ്റെ ഏറ്റവും പുതിയ ഉൽപ്പന്നമാണ് നിങ്ങളുടെ സമാഹരിച്ച ഈ മാമിന സമുദായത്തിലെ, ആദിവാസി സമുദായത്തിലെ അവരുടെ ജീവിതത്തെക്കുറിച്ചും അവരുടെ നരവംശപരമായ പ്രത്യേകതയെക്കുറിച്ചൊക്കെയുള്ള ഗവേഷണാത്മകമായ പ്രബന്ധങ്ങൾ അടങ്ങിയാണ് പുസ്തകം. അതുകൊണ്ട് നിങ്ങൾ ഈ കവിതയുടെ അർത്ഥത്തെ തിരുത്തി കുറിച്ചിരിക്കുന്നു. നിങ്ങൾ ഇന്ന് മിറോസ്ലാവ് പോലും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അത് മരിച്ചുപോയി, ലോകപ്രസിദ്ധമായ കവിയാണ്. ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ കവിതയിൽ ഒരു വരി കൂടി കൂട്ടിച്ചേർക്കുമായിരുന്നു. സമഗ്ര ശിക്ഷാ കേരളം കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്ട്രീം അക്കാദമിക് പ്രൊജക്ട്. ഈ പ്രൊജക്ടിൻ്റെ ഭാഗമായാണ് മുബാർക്ക് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ മാവില ഗോത്രവിഭാഗത്തെക്കുറിച്ച് തയ്യാറാക്കിയ പുസ്തകം കൂർത്തം പ്രകാശിതമായത്. വാർഡ് കൗൺസിലർ TP അബ്ദുറഹ്മാൻ ചടങ്ങിൽ അധ്യക്ഷനായി. തലശ്ശേരി സൗത്ത് BRC BPC K സുനില സ്വാഗതം പറഞ്ഞു. SSK DPO ഡോക്ടർ സബിത്ത് പദ്ധതി വിശദീകരണം നടത്തി. SSK DPO ഡോക്ടർ രാജേഷ് കടന്നപ്പള്ളി പുസ്തക പരിചയം നടത്തി. സ്കൂൾ മാനേജർ ഹാരിസ് ഹാജി, പ്രിൻസിപ്പാൾ TM സാജിദ്, തലശ്ശേരി സൗത്ത് AEO CP പ്രീത, ഡയറ്റ് ഫാക്കൽറ്റി V പ്രവീണ,
മാനേജിംഗ് കമ്മിറ്റി സെക്രട്ടറി ബഷീർ ചെറിയാണ്ടി, സ്കൂൾ PTA പ്രസിഡന്റ് തസ്ലീം മാണിയാട്ട്, തലശ്ശേരി സൗത്ത് HM ഫോറം സെക്രട്ടറി K രാജേഷ്, SSK മുൻ DPO രമേശൻ കടൂർ, സ്റ്റാഫ് സെക്രട്ടറി VK അബ്ദുൽ ബഷീർ, മലയാളം അധ്യാപകൻ N ഹാരിസ്, തലശ്ശേരി സൗത്ത് BRC CRCC T പ്രിയ തുടങ്ങിയവർ സംസാരിച്ചു. പാനൂർ BRCയുടെ നേതൃത്വത്തിൽ സ്ട്രീം അക്കാദമിക് പ്രൊജക്ട് പുസ്തക പ്രകാശനം പാനൂരിൽ നടന്നു. PK പ്രവീൺ MLA ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. AEO ബൈജു കേളോത്ത് ആദ്യ പ്രതി ഏറ്റുവാങ്ങി. പാനൂർ സുമംഗലി ഓഡിറ്റോറിയത്തിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. സമഗ്ര ശിക്ഷാ കേരളം പാനൂർ BRCയുടെ സ്ട്രീം അക്കാദമിക് പ്രൊജക്ട് പുസ്തക പ്രകാശനം പാനൂരിൽ നടന്നു. പാനൂർ സുമംഗലി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പ്രൗഢമായ ചടങ്ങിൽ വെച്ചാണ് സാർത്ഥകം പുസ്തകത്തിൻ്റെ പ്രകാശനം നടന്നത്. PK പ്രവീൺ MLA പുസ്തകത്തിൻ്റെ പ്രകാശനവും ചടങ്ങിൻ്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. പാനൂർ AEO ബൈജു കേളോത്ത് ആദ്യ പ്രതി ഏറ്റുവാങ്ങി. പ്രസിദ്ധീകരിച്ച പുസ്തകം കൈമാറും എന്ന് നിങ്ങൾക്കൊരു ഉറപ്പ് തരികയാണ്. പ്രത്യേകിച്ച് ആഴത്തിൽ പഠനം നടത്തിക്കൊണ്ടാണ് നിങ്ങൾ നടത്തിയത്. ചിലപ്പോൾ ഈ പുസ്തകം ആ വകുപ്പിന് കൂടുതൽ പ്രവർത്തനങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ, സീനിയർ സിറ്റിസനിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് പ്രത്യാശിക്കുകയാണ്. 3ഓളം വിദ്യാഭ്യാസ മേഖലയിലെ രാജീവ് ഗാന്ധി ഹയർ സെക്കൻഡറിയും പാനൂർ ഹയർ സെക്കൻഡറി KKV ഹയർ സെക്കൻഡറിയിലെ 30ഓളം വിദ്യാർത്ഥികളാണ് ഈ കർത്തവ്യം ഏറ്റെടുത്തുകൊണ്ട് മുമ്പോട്ട് പോയത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സ് എപ്പോഴും വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ അവർക്ക് ആരോടും കൂടുതൽ അടുപ്പവും ഒന്നുമില്ലാതെ ഈ ഒരു പ്രവർത്തനത്തിൽ ഇറങ്ങുമ്പോൾ മനസ്സ് ശുദ്ധമായിരിക്കും. വിദ്യാർത്ഥി കഴിഞ്ഞ് യുവതലമുറ ആവുമ്പോൾ അതിനെല്ലാം മാറ്റം വരും. ഇതിന് സത്യസന്ധമായ ഒരു അന്വേഷണത്തിന്റെ ഒരു പ്രസാദക പുസ്തകമായാണ് സാർത്ഥകം വന്നിരിക്കുന്നത്. ആ പുസ്തകത്തിൽ വാർദ്ധക്യ വയോജനങ്ങളിലേക്ക് ചെന്നുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പഠിച്ചുകൊണ്ടാണ് വരുന്നത്. സമഗ്ര ശിക്ഷാ കേരളം കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്ട്രീം അക്കാദമിക് പ്രൊജക്ട്. ഇതിൻ്റെ ഭാഗമായാണ് പുസ്തകം തയ്യാറാക്കി പാനൂരിൽ പ്രകാശനം ചെയ്തത്. പാനൂർ നഗരസഭാ ചെയർപേഴ്സൺ കൂടത്തിൽ നൌഷത്ത് ടീച്ചർ പ്രകാശന ചടങ്ങിൽ അധ്യക്ഷയായി. പാനൂർ BRC BPC K സിമ്മി ടീച്ചർ സ്വാഗതം പറഞ്ഞു. പ്രശസ്ത സാഹിത്യകാരൻ രാജു കാട്ടുപുരം പുസ്തക പരിചയം നടത്തി. SSK കണ്ണൂർ ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ ഡോക്ടർ KV ദിബേഷ് പദ്ധതി വിശദീകരണം നടത്തി. തൃപ്പങ്കോട്ടൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രേയ ബാലൻ, പാനൂർ നഗരസഭാ കൗൺസിലർ ഷമീന സുബേർ, HM ഫോറം സെക്രട്ടറി M നജീബ്, അക്കാദമിക് കൗൺസിൽ സെക്രട്ടറി PP സുധീർ കുമാർ, സീനിയർ സിറ്റിസൺസ് ഫോറം സംസ്ഥാന സെക്രട്ടറി VP ചാത്തുമാസ്റ്റർ, ദിനേശൻ പാച്ചോൾ, CK ബിജേഷ്, K സിറാജുദ്ദീൻ, K സുവീൺ, KP സായന്ത്, KTK ജിഷ എന്നിവർ സംസാരിച്ചു. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. എക്സൽ പബ്ലിക് സ്കൂൾ, മാഹി. LKG മുതൽ 10ാം ക്ലാസ് വരെ എല്ലാ ക്ലാസുകളിലേക്കും സീറ്റുകളുടെ ലഭ്യതയനുസരിച്ച് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. മെറിറ്റ് അടിസ്ഥാനത്തിലുള്ള പ്രവേശനം, പരിചയസമ്പന്നരായ അധ്യാപകർ, സ്മാർട്ട് ക്ലാസ് റൂം സൗകര്യം, സയൻസ് ആൻഡ് കമ്പ്യൂട്ടർ ലാബുകൾ, ലൈബ്രറി ആൻഡ് ലൈബ്രറി, ഗതാഗത സൗകര്യം, ലേണിംഗ്, ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്രവർത്തനങ്ങൾ, ശുചിത്വമുള്ള ക്യാമ്പസ്, രക്ഷിതാവ് അധ്യാപക ആശയവിനിമയത്തിനായി സ്കൂൾ ആപ്പ്, ഹയർ സെക്കൻഡറി കോഴ്സ്, ബയോസയൻസ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് കൊമേഴ്സ്. രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു. എക്സൽ പബ്ലിക് സ്കൂൾ, മാഹി, മൗണ്ട് വേര, ചാലക്കര, ന്യൂ മാഹി. 04902333 626 9447227626. നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ. BCom ജനറൽ ആൻഡ് കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ ആൻഡ് ടൂറിസം, BCA, BA and MA English, MCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, BSW, BSc ഡാറ്റ സയൻസ്, BSc സൈക്കോളജി, MBA, MCA, കൂടാതെ CMA, CAT, ലോജിസ്റ്റിക്സ്, സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ്, ഏവിയേഷൻ എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകൾ. സ്വപ്ന തുല്യമായ കരിയർ സ്വന്തമാക്കാൻ ഇത് തന്നെയാണ് അവസരം. To know more, contact us.
ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. പാനൂർ കോപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റി പാനൂർ. സൊസൈറ്റിയുടെ പുതിയ സംരംഭമായി ടാർപോളിൻ ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. സൊസൈറ്റിക്ക് കീഴിൽ പാനൂരിൽ പ്രവർത്തിക്കുന്ന സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസിനോട് ചേർന്നും കൂടാതെ കടവത്തൂർ കല്ലിക്കണ്ടി റോഡിൽ പ്രവർത്തിക്കുന്ന സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസിനോട് ചേർന്നുമാണ് സിൽപോളിൻ കമ്പനിയുടെ ടാർപോളിൻ ഔട്ട്ലെറ്റ് പ്രവർത്തനം തുടങ്ങിയത്. സൊസൈറ്റി പ്രസിഡന്റ് K. രവീന്ദ്രൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ പ്രമുഖ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ തലശ്ശേരി കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക് പ്രസിഡന്റ് P. ഹരീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ അളവുകളിലും ഗുണനിലവാരത്തിലുമുള്ള ടാർപോളിനുകളും യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ഏറ്റവും മിതമായ നിരക്കിൽ. സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസ്, ചമ്പാട് റോഡ്, പാനൂർ. സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസ്, കല്ലിക്കണ്ടി റോഡ്, കടവത്തൂർ. ഫോൺ 8130061888 965-681-3834 859-031-2944. ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ, മേക്കുന്ന്. കഴിഞ്ഞ 5 വർഷമായി തലശ്ശേരിയിൽ ഡോക്ടർ ഫഹീമിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ ഫഹീംസ് ഡെന്റാരിസ് ദന്തക്രമീകരണ സ്പെഷ്യാലിറ്റി സെന്റർ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിധിൻ P. രാജ് IPS ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. ട്രീറ്റ്മെന്റ് അണ്ടർ മാഗ്നിഫിക്കേഷൻ ലൂപ്സ്, 3D സ്കാനിംഗ് ആൻഡ് ഡിജിറ്റൽ പ്രിന്റിംഗ്, അൾട്രാ മോഡേൺ എക്സ്റേ ഫെസിലിറ്റീസ്, വെൽ എക്യുപ്ഡ് അൾട്രാ മോഡേൺ മെഷീനറീസ്, വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, വിശാലമായ പാർക്കിംഗ് സൗകര്യം, കുട്ടികളുടെ ദന്ത സംരക്ഷണത്തിന് പ്രത്യേകമായി രൂപീകരിച്ച അന്തരീക്ഷം, പൂർണ്ണമായും അണുവിമുക്തമായ ഓട്ടോക്ലേവ് ആൻഡ് UV ചേംബർ. ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ, മേക്കുന്ന്. തലശ്ശേരി റോഡ്, കൂലോ സ്ക്വയർ, മേക്കുന്ന്. ഫോൺ 6238296699 6238596699. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്കിരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം. ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ് ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ
049023228803 9497360333. വാർത്തകൾ തുടരുന്നു. ചൊക്ലി UP സ്കൂൾ ശതാബ്ദി ആഘോഷത്തിന് വർണ്ണാഭമായ തുടക്കം. 1927 ഏപ്രിൽ 1 വിദ്യാലയം സ്ഥാപിച്ചത്. കാരായി രാജൻ MLA ആഘോഷ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. ചൊക്ലി UP സ്കൂൾ ശതാബ്ദി ആഘോഷത്തിന് വർണ്ണശബളമായ തുടക്കം. തലശ്ശേരി MLA കാരായി രാജൻ ഉദ്ഘാടനം ചെയ്തു. കാര്യം എന്താണ്, അതിന്റെ അർത്ഥം എന്താണ് എന്ന് പോലും ഒരുപക്ഷെ എനിക്കും നമ്മളിൽ പലർക്കും ചിന്തിക്കാൻ സാധിക്കില്ല. എന്നാൽ കുറേ ആളുകൾക്ക് അത് മനസ്സിലാക്കാനുമാണ്. ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, അതിനുവേണ്ടിയുള്ള വിപ്ലവം, സമരങ്ങൾ അരങ്ങേറിയ കാലത്താണ് ഇതുപോലുള്ള വിദ്യാലയങ്ങളും നമ്മുടെ നാട്ടിൽ ആരംഭം കുറിക്കുന്നത്. അക്ഷരം തന്നെ വലിയൊരു വിഭാഗം മനുഷ്യർക്ക് നിഷിദ്ധമായിരുന്നു, പാടില്ലായിരുന്നു. അക്ഷരത്തെ അവർക്ക് തൊടാൻ അവകാശമുണ്ടായിരുന്നില്ല, കേൾക്കാൻ അവകാശമുണ്ടായിരുന്നില്ല. അക്ഷരം കേൾക്കുന്ന മനുഷ്യന്റെ, ആ കാലത്തെ മഹാഭൂരിപക്ഷം വരുന്ന ആ കാലത്തെ മനുഷ്യന്റെ ചെവിയിൽ അക്ഷരം കേട്ട കുറ്റത്തിന് ഈയം ഉരുക്കി ഒഴിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഈയം എന്ന ഒരു ലോഹവസ്തു ഉരുക്കി ചെവിയിൽ ഒഴിക്കണം എന്ന നിയമം ഈ നാട്ടിലുണ്ടായിരുന്നു. അക്ഷരം ഉച്ചരിച്ച മനുഷ്യന്റെ നാമറുക്കാനുള്ള നിയമം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അതിനാണ് സ്മൃതികളുടെ കാലം എന്ന് പറയുന്നത്. ഞാൻ അത്തരം കാര്യങ്ങളിലേക്കൊന്നും. KM സപ്ന അധ്യക്ഷയായി. KTK പ്രദീപൻ, CK ജനീബ, K പ്രസിദ് കുമാർ, ഷനിൽകുമാർ, PK ഷമീജ, K സുനിൽകുമാർ, PK മോഹനൻ, K ഹരീന്ദ്രനാഥ്, OK ജിഷ, OK ബിന്ദു, ഋഷികേശ് സാർ എന്നിവർ പ്രസംഗിച്ചു. ഫ്ലവേഴ്സ് TV ഫെയിം ശ്രുതി S ബാബു, ലോഗോ രൂപകൽപ്പന ചെയ്ത രജീഷ് എന്നിവർക്ക് MLA ഉപഹാരം നൽകി. ചൊക്ലിയിലും പരിസര പ്രദേശങ്ങളിലും അപ്പർ പ്രൈമറി വിദ്യാഭ്യാസത്തിന് സൗകര്യമില്ലാത്തതിനാൽ കൊളവിലം കോട്ടയിൽ കൃഷ്ണൻ മാസ്റ്ററും വരേരിൻ്റെ വിട ഗോവിന്ദൻ മാസ്റ്ററും ചേർന്ന് 1927 ഏപ്രിൽ 1 ചൊക്ലി UP സ്കൂൾ സ്ഥാപിച്ചത്. കോട്ടയിൽ കൃഷ്ണൻ മാസ്റ്ററാണ് സ്ഥാപക മാനേജർ. തുടക്കത്തിൽ ചൊക്ലി ഹയർ എലിമെന്ററി സ്കൂൾ എന്നായിരുന്നു പേര്. പിന്നീട് വിദ്യാലയ ഘടന മാറിയപ്പോൾ ചൊക്ലി UP സ്കൂൾ എന്നാക്കി മാറ്റുകയായിരുന്നു. 3 പതിറ്റാണ്ടോളം മൊയ്യാർത്ത നാരായണ നമ്പ്യാരായിരുന്നു പ്രധാന അധ്യാപകൻ. 1 വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷങ്ങൾക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. പ്രഭാഷകനും CPI നേതാവുമായ VK സുരേഷ് ബാബുവിൻ്റെ ഗ്രന്ഥശേഖരം ഇനി നാടിന് സ്വന്തം. ചിറ്റാരിപ്പറമ്പ് ചെള്ളത്ത് വയലിലെ വീടിനോട് ചേർന്നാണ് 2000ഓളം പുസ്തകങ്ങളുള്ള നാരായണ ഗ്രന്ഥാലയം ഒരുക്കിയത്. യുവകലാസാഹിതി സംസ്ഥാന സെക്രട്ടറി മാധ്യമപ്രവർത്തകൻ ഡോക്ടർ OK മുരളീകൃഷ്ണൻ പൊതുജനങ്ങൾക്കായി ലൈബ്രറി തുറന്നുകൊടുത്തു. പ്രഭാഷകനും പുസ്തകപ്രേമിയുമായ VK സുരേഷ് ബാബു താൻ വില കൊടുത്ത് വാങ്ങിയതും സൗജന്യവുമായി തനിക്ക് ലഭിച്ചതുമായ പുസ്തകങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് പൊതുഗ്രന്ഥാലയം ഒരുക്കിയത്. കൂത്തുപറമ്പിനടുത്ത ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്തിലെ ചെള്ളത്ത് വയലിലെ സബർമതി വീടിനോട് ചേർന്നാണ് ഗ്രന്ഥാലയം ഒരുക്കിയത്. അമൂല്യ ഗ്രന്ഥങ്ങൾ ഉൾപ്പെടെ 2000ഓളം പുസ്തകങ്ങൾ ഇവിടെയുണ്ട്. വായനയിൽ താല്പര്യമുള്ള ആർക്കും ഗ്രന്ഥാലയത്തിലെത്തി സൗജന്യമായി പുസ്തകങ്ങൾ വായിക്കാം. പിതാവിൻ്റെയും മുത്തച്ഛൻ്റെയും സ്മരണയ്ക്കായി നാരായണ ഗ്രന്ഥാലയം എന്നാണ് പേരിട്ടത്. യുവകലാസാഹിതി സംസ്ഥാന സെക്രട്ടറിയും മാതൃഭൂമി സീനിയർ സബ് എഡിറ്ററുമായ OK മുരളീകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പറഞ്ഞതുപോലെ എൻ്റെ ദീർഘകാലത്തെ സുഹൃത്താണ്. അന്ന് ഞാൻ സുരേഷ് ബാബുവിൽ കണ്ട ഒരു സവിശേഷത, സുരേഷ് ബാബു വേറിട്ടാണ് ചിന്തിക്കുക. നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളെ തന്നെ മറ്റൊരു
ദൃഷ്ടികോണിലൂടെ കാണാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ ഒരു ഭാവനാ സമ്പന്നത അന്ന് സുരേഷ് ബാബു. ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് സ്വന്തം വീട്ടിൽ ഒരു ലൈബ്രറി ഉണ്ടാക്കണമെന്നും, നമ്മളെല്ലാവരെയും വീട്ടിൽ ലൈബ്രറി ഉണ്ട്, ആ ലൈബ്രറി എല്ലാവർക്കും വേണ്ടി തുറന്നു കൊടുക്കണമെന്നും സുരേഷ് ബാബു തീരുമാനിച്ചത്. ആ ഒരു വേറിട്ട കാഴ്ചപ്പാടിന്റെ ഭാഗമാണെന്ന് ഞാൻ കരുതുന്നു. രണ്ടാമത്, നിങ്ങൾക്ക് ഒരു വസ്തു മറ്റുള്ളവർക്ക് ഉപാധിരഹിതമായി കൊടുക്കണമെങ്കിൽ അതിനൊരു വിശാല ഹൃദയത്വം ആവശ്യമാണ്. അത് പണമാകട്ടെ, അല്ലെങ്കിൽ മറ്റ് വസ്തുവകളാകട്ടെ, സൗഹൃദമാകട്ടെ, എന്തുമായിക്കോട്ടെ, നമ്മളത് ഉപാധിരഹിതമായി നമ്മളത് മറ്റൊരാൾക്ക് നൽകുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം ആ നൽകുന്നയാൾക്ക് ഒരു വിശാലമായ ഹൃദയമുണ്ട് എന്നുള്ളതാണ്. ഈ രണ്ട് കാര്യവും എന്റെ പ്രിയപ്പെട്ട സ്നേഹിതന് ഉണ്ട് എന്നറിയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. മറ്റൊന്ന്, ഇതൊരു ലൈബ്രറിയാണ്, വായനശാലയാണ്. വായനശാലയുടെ ഒരുപാട് ഇനി വരാൻ പോവുകയാണ്. നമ്മുടെ PN പണിക്കരുടെ, പുതുവായിൽ നാരായണ പണിക്കർ എന്ന് പറയുന്ന PN പണിക്കരുടെ ജന്മദിനം വായനാ ദിനമായി ആചരിക്കാൻ പോവുകയാണ്. കേരളത്തിൽ ലൈബ്രറി കൌൺസിലിന്റെ കീഴിൽ തന്നെ എനിക്ക് തോന്നുന്നത്, രമേശ് ചേട്ടനൊക്കെ കൃത്യമായിട്ട് അറിയാം, 10,000-ലേറെ ലൈബ്രറികളുണ്ട്. നമ്മൾ പൊതുവെ സാധാരണഗതിയിൽ പറയുന്ന ഒരു വാചകമാണ്, പുസ്തകമില്ലാത്ത മുറി ആത്മാവില്ലാത്ത ശരീരം പോലെയാണ് എന്ന്. നമ്മൾ ആത്മാവ് എന്നതിനെ മനുഷ്യന്റെ ആന്തരിക സത്ത, ബുദ്ധി, അവന്റെ മറ്റു തരത്തിലുള്ള ചിന്താശേഷി എന്നിവയുടെ ഒരു സങ്കലനമായി മാത്രം കണ്ടാൽ മതി. ഡോക്ടർ കുമാരൻ വയലേരി അധ്യക്ഷനായി. തലശ്ശേരി താലൂക്ക് ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് NV രമേശൻ, ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ P സുധാകരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം സിജ രാജീവൻ, KC അജിത് കുമാർ, C ഗോപി, ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് പവിന കാരായി തുടങ്ങിയവർ സംസാരിച്ചു. കണ്ണൂർ ജില്ലാ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ മികച്ച നേട്ടം കരസ്ഥമാക്കിയ 6ാം മൈൽ ദ്രോണാചാര്യ ഹിന്ദുസ്ഥാൻ കളരി സംഘത്തിലെ വിദ്യാർത്ഥികളെ ആദരിച്ചു. മുൻ മന്ത്രി KP മോഹനൻ ആദര സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ജില്ലാ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ മികച്ച നേട്ടം കരസ്ഥമാക്കിയ 6ാം മൈൽ ദ്രോണാചാര്യ ഹിന്ദുസ്ഥാൻ കളരി സംഘത്തിലെ വിദ്യാർത്ഥികളെ ആദരിച്ചു. മുൻ മന്ത്രി KP മോഹനൻ ആദര സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരങ്ങളും അദ്ദേഹം ചടങ്ങിൽ സമ്മാനിച്ചു. അടുത്തതായി സഞ്ജുബ, ദേവപ്രിയ SP, ദേവജിത്ത്. പിന്നെ ഞാൻ എൻ്റെ 5ാമത്തെ വയസ്സിൽ കളരിയിൽ പോയാണ്. എൻ്റെ വീട്ടിനടുത്തുള്ള പുല്ലാനോട്ട് കവിൻ്റെ അവിടെയുള്ള അന്നംകുരുക്കളായിരുന്നു, പാട്ടത്തുള്ള അന്നംകുരുക്കളായിരുന്നു എൻ്റെ ഗുരുക്കൾ. അദ്ദേഹം CVNൻ്റെ ശിഷ്യനുമാണ്. CVN എന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛൻ്റെ അനുജൻ്റെ മകനാണ് CV നാരായണൻ. അദ്ദേഹത്തിൻ്റെ അനുജനാണ് ബാലൻ നായർ എന്ന് പറയുന്ന ഏറ്റവും വലിയ ചിത്രകാരൻ ഇഞ്ഞോടിയുള്ളത്. ഇതൊക്കെ തന്നെ ഞാൻ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം, പഴയ കാലത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും ഇത്തരം ആയോധന കാര്യവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കളരിയിലൊക്കെ തന്നെ പോകാം. ഇപ്പോഴും കുറവാണ്. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന്, മറ്റു രീതിയിൽ പറയുന്നതല്ല, വീട്ടിൽ നിന്ന് ഒരു ഫോണവ് കൊടുത്ത് ഒരു റോപ്പും കെട്ടിയിട്ട് നേരെ കളരിയിൽ പോകും. കളരിയിലെത്തിയാൽ കൂട്ട് കുഴമ്പിട്ട് മുഴുവൻ കളി. ഇപ്പോൾ അതൊക്കെ തന്നെ മാറിപ്പോയി. ഇപ്പോൾ കുറച്ചും കൂടി ഫോർവേഡായിപ്പോയി. അത് ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആയോധന കല എന്നത് പഴയ പാരമ്പര്യത്തിലേക്ക് തന്നെ പോകണം. അതാണ് അതിൻ്റെ ശരി. കാരണം നമ്മൾ അതിൻ്റെ ഓരോ നീക്കവും അമർത്തിയിലത് വെച്ച് കൽകാലം ചാടി കെട്ടിച്ചാട്ടി വലിഞ്ഞമർന്ന് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ശരീരങ്ങളൊക്കെ തന്നെ ഞാൻ നേരത്തെ പറയുന്നത് ഫ്ലെക്സിബിളായി. അപ്പോൾ അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതേ രീതിയിൽ തന്നെ പോകണം എന്ന് ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. പല കളിരംഗത്തിലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണൂർ ഇൻഡോർ സ്റ്റേഡിയത്തിലുണ്ടായിരുന്ന പരിപാടി അവിടെയൊക്കെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം അത് നമ്മുടെ പാരമ്പര്യത്തിലാണ്. കേരളത്തിൻ്റെ തനതായ കലയാണ്, ആയോധന കലയാണ് കളി. VK രവീന്ദ്രൻ ഗുരുക്കൾ അധ്യക്ഷനായി. KK രജീഷ് ഗുരുക്കൾ, മധു ഗുരുക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. 2 ദിവസങ്ങളിലായി കണ്ണൂരിൽ നടന്ന കണ്ണൂർ ജില്ലാ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ 77 വിദ്യാർത്ഥികളാണ് ദ്രോണാചാര്യ ഹിന്ദുസ്ഥാൻ കളരി സംഘത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത്. സീനിയർ, ജൂനിയർ, സബ് ജൂനിയർ വിഭാഗങ്ങളിലായിരുന്നു മത്സരം. അത്യന്തം വീറും വാശി നിറഞ്ഞതായിരുന്നു ഓരോ മത്സരങ്ങളും. മത്സരത്തിൽ
മികച്ച പ്രകടനമാണ് ഇവർ കാഴ്ചവെച്ചത്. 16 വിദ്യാർത്ഥികൾ ആദ്യ 3 സ്ഥാനങ്ങൾ നേടി വിവിധ വിഭാഗങ്ങളിൽ സംസ്ഥാന മത്സരത്തിൽ പങ്കെടുക്കാൻ അർഹത നേടിയിട്ടുണ്ട്. എവറസ്റ്റ് ബേസ് ക്യാമ്പ് കീഴടക്കിയ തലശ്ശേരി സ്വദേശികളെ സുഹൃത്ത് സംഘം ആദരിച്ചു. 3 അംഗ സുഹൃത്ത് സംഘമാണ് എവറസ്റ്റ് ബേസ് ക്യാമ്പ് സാഹസികമായി കീഴടക്കിയത്. ഒരു റിപ്പോർട്ട്. എവറസ്റ്റ് ബേസ് കീഴടക്കിയ തലശ്ശേരിയിലെ ഹരീഷ് അഹമ്മദ്, റിയാസ് MMK, ജിജേഷ് അമ്പായത്ത് എന്നിവരെയാണ് തലശ്ശേരി പൗരാവലിയും സൗഹൃദ കൂട്ടായ്മയും ചേർന്ന് ആദരിച്ചത്. വാർഡ് കൗൺസിലർ നൂറ ടീച്ചർ ആദര സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. എല്ലാവർക്കും ആദ്യമായി അഭിനന്ദനം അറിയിക്കുകയാണ്. ഇവർ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ വിചാരിക്കും എവറസ്റ്റ് എന്നുള്ള ഒരു വലിയ ഒരു സംഭവം, നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്തൊരു സ്ഥലമാണെന്ന് വിചാരിക്കും. പക്ഷെ ഇവർ 3 ആളും തെളിയിച്ചു കഴിഞ്ഞു നമുക്കൊരു ഡ്രീം ഉണ്ടെങ്കിൽ നമുക്ക് എത്ര ദൂരം വേണമെങ്കിലും പോകാൻ സാധിക്കുന്നു. വലിയൊരു കയ്യെ 3 പേർക്ക് കൊടുക്കുമല്ലോ. അപ്പം ഇനിയും അള്ളാഹുവിൻ്റെ കൃപ കൊണ്ട് ഇനിയും അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ബുഹാരി ബിൻ അബ്ദുൽ ഖാദർ അധ്യക്ഷനായി. മഹ്റൂഫ് മണിയാട്ട് സ്വാഗതം പറഞ്ഞു. മഹാറാണി ജ്വല്ലറി മാനേജർ അനീഷ്, ബിനീഷ്, ലുലു സാരീസ് പ്രതിനിധി അക്ബർ, ഡോക്ടർ സന്ധ്യ, ബി രവീന്ദ്രൻ, ഗോൾഡ് മർച്ചന്റ് അസോസിയേഷൻ പ്രതിനിധി അനിൽകുമാർ, ഉബൈസ്, റഹീം, പൊന്നകൻ നൌഷാദ്, ഫ്ലോറ നൌഫൽ, കമറുദ്ദീൻ മുംബൈ, സൽമാൻ ഫാരിസ്, റമീസ് കൈഗോൾഡ്, നിഖിൽ, മൂസ തൗഖീർ തുടങ്ങിയവർ സംബന്ധിച്ചു. പോയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല, ഒരു ടീം വർക്ക് എന്തായാലും ആവശ്യമാണിത്. അങ്ങനെയാണ് നോക്കുമ്പോഴാണ് സമാന ചിന്താഗതിക്കാരായ തൽപരരായ എൻ്റെ 2 ഫ്രണ്ട്സ് അവർ തന്നെ മുന്നോട്ട് വരികയും നമ്മൾ 3 പേരും കൂടി പ്ലാൻ ചെയ്യുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ഇൻഡിവിജ്വലായി ഒരു 6 മാസം മുന്നേ തന്നെ വർക്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 3 മാസം മുന്നേ ടിക്കറ്റ് അങ്ങനെ കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തു. അങ്ങനെയാണ് ഇത് പ്ലാൻ ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് ആൻഡ് അറ്റ്മോസ്റ്റ് നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഒരു ടീമാണ്. അത് നമ്മുടെ ഫ്രണ്ട്സ് തന്നെ കിട്ടിയത് എനിക്കൊരു ഭാഗ്യമായി. അതുകൊണ്ട് തന്നെ എൻ്റെ ഡ്രീം എനിക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റി. അതുകൊണ്ട് എൻ്റെ ഈ സക്സസ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ആദ്യമായിട്ട് എൻ്റെ പ്രശ്നം പിന്നെ തണുപ്പിൻ്റെ -7 ലാസ്റ്റ് 2 ദിവസം കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു. മോശമില്ലാണ്ട് ബുദ്ധിമുട്ടായിരുന്നത്. പിന്നെ ബുദ്ധിമുട്ടായെന്ന് വെച്ചാൽ നിങ്ങളൊന്നും വരാറുണ്ട്. എല്ലാവരും ഇതൊന്ന് ഒരു സംഭവം ഒന്ന് ട്രൈ ചെയ്യണം. എനിക്ക് ഈ 2 പേരെ കിട്ടിയത് ജീവിതത്തിൽ നല്ലൊരു ഭാഗ്യമായിട്ട് കൂട്ടുന്നു. പിന്നെ നല്ലൊരു ബുദ്ധിമുട്ട് ഈ എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ ഉണ്ടായിരുന്നു. ഫുഡിനൊക്കെ നല്ലതായിരുന്നു. ട്രക്കിംഗ് വളരെ ടഫായിരുന്നു. ആൾട്ടിറ്റ്യൂഡിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ ഗുളികകളൊക്കെ കൊണ്ടുപോയിരുന്നു. നല്ല രീതിയിൽ പൂർത്തീകരിക്കാൻ പറ്റി. എല്ലാവരോടും പാനൂർ നജാത്തുൽ ഇസ്ലാം നഴ്സറി ആൻഡ് UP സ്കൂൾ 2026-2027 വർഷത്തേക്കുള്ള PTA ജനറൽ ബോഡി യോഗം സ്കൂൾ അങ്കണത്തിൽ നടന്നു. പോലീസ് ഓഫീസർ രംഗേഷ് കടവത്ത് രക്ഷിതാക്കൾക്കായി ബോധവൽക്കരണ ക്ലാസ് എടുത്തു. മഹല്ല് പ്രസിഡന്റ് അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. PK റഫീഖ് അധ്യക്ഷനായി. 2025-2026 വർഷത്തെ വരവ് ചെലവ് കണക്ക് സെക്രട്ടറി അലി മാസ്റ്റർ അവതരിപ്പിച്ചു. പോലീസ് SI രംഗേഷ് കടവത്ത് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ഈ നിയമത്തിന് എതിരായി പ്രവർത്തിക്കുന്നവന്റെ പേരാണ് കള്ളൻ. സംഭവം മനസ്സിലായ? ആരാണ് കള്ളൻ? ഇന്ത്യയിലെ
നിയമങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കുന്നവൻ. ഈ സ്കൂളിലെ കള്ളൻ ആരാ? ഈ സ്കൂളിലെ നിയമം അനുസരിക്കാത്തവനാണ് കള്ളൻ. ഈ സ്കൂളിലെ നിയമം എന്താ? 10 മണിക്ക് ബെല്ലടിക്കുമ്പോൾ കുട്ടികളെല്ലാം ക്ലാസ്സിലുണ്ടാവണം. അതാണ് നിയമം. 10:05 കുട്ടി ക്ലാസ്സിലേക്ക്. ഇനി കള്ളനെ എന്ത് ചെയ്യണം? കള്ളൻ ശിക്ഷിക്കപ്പെടണം. ഈ വാദത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? യെസ് ഓർ നോ? അപ്പൊ നിങ്ങൾ നല്ല മനസ്സുള്ള ആളാണ്. അപ്പൊ നിങ്ങൾക്ക് കള്ളനെ കണ്ടാൽ നമ്മൾ അപ്പൊ തന്നെ കള്ളനെ ശിക്ഷിക്കും. എന്നാൽ എൻ്റെ ചോദ്യം എന്താ അറിയോ? നിങ്ങളുടെ വീട്ടിൽ കള്ളനുണ്ടോ? നിയമം തെറ്റിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അയാൾ കള്ളനാണ്, അയാൾ ശിക്ഷിക്കപ്പെടണം. നിങ്ങളെ മക്കൾ തെറ്റ് ചെയ്താൽ ശാസിക്കപ്പെടണം. അപ്പൊ കള്ളൻ ആരാ മനസ്സിലാക്കിയിട്ട് അവരെ ശാസിക്കാൻ, തിരുത്താൻ ചങ്കൂറ്റമുള്ളവന്റെ പേരാണ് പാരൻസ്. അപ്പൊ നിങ്ങൾക്ക് എനിക്ക് ചോദിക്കട്ടെ, അപ്പൊ നിയമം തെറ്റിക്കുന്നവനാണ് ആര്? പറ. കള്ളൻ അഥവാ കള്ളന്റെ മറ്റൊരു പേരെന്താ? നിയമം തെറ്റിക്കുന്നവൻ, നിയമവിരുദ്ധൻ. നമ്മൾ പറയുന്ന പേരാണ് കള്ളൻ. നിയമവിരുദ്ധൻ എന്ന് പറഞ്ഞാൽ സാരമില്ല. അങ്ങ് നിയമവിരുദ്ധനാണോ എന്ന് വെച്ചാൽ അല്ല എന്ന് നമ്മൾ പറയാം. അതൊരു രസമുണ്ട് കേൾക്കാൻ. നിങ്ങൾ കള്ളനാണോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു നാറ്റക്കേസാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇനി ഇപ്പൊ നിയമം തെറ്റിക്കുന്നവൻ നിയമവിരുദ്ധൻ അഥവാ കള്ളൻ ശിക്ഷിക്കപ്പെടണം. ഈ വാദത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? യെസ് ഓർ നോ? ഒന്ന് ഷാർപ്പായി പറ, ഒന്നും കൂടി വെച്ചത് പറ. നിങ്ങൾ തട്ടിപ്പ് മനുഷ്യന്മാരാട്ടോ. നിങ്ങൾ യേസുമില്ല, നോ ഇല്ല, ഇങ്ങനെ. അപ്പൊ നിങ്ങൾക്ക് പേടിയുണ്ട്. അപ്പൊ നിയമം തെറ്റിക്കുന്നവൻ കള്ളനാണ്. സംഭവം മനസ്സിലായില്ലേ? എന്നാൽ ഒരു പ്രാവശ്യം കൂടി ഞാൻ ചോദിക്കും, സാർ നിങ്ങൾ കള്ളനാണോ? അല്ല, നിങ്ങളുടെ സ്ഥിതി എന്താ? കള്ളത്തെയാണോ? യെസ്, വെരി ഗുഡ്. ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടാ? അതാണ് പ്രശ്നം. കള്ളന്മാർ ശിക്ഷിക്കപ്പെടണം. എന്താ കള്ളൻ? നിങ്ങൾ കള്ളത്തെയാണോ കള്ളനാണോ ഞാൻ വീണ്ടും ചോദിക്കാൻ കാരണം എന്താ അറിയോ സാർ? നിങ്ങൾ ഇന്ത്യയിലാണോ ജീവിക്കുന്നത്? ഇന്ത്യയിലാണ് ജീവിക്കുന്നതെങ്കിൽ ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരും ഇന്ത്യയിലെ നിയമങ്ങൾ അറിഞ്ഞിരിക്കണമെന്നാണ് നിയമം. ഇന്ത്യയിൽ നിയമം അറിയില്ല എന്ന് പറയുന്നത് ഒരു കുറ്റമാണ്. കുറ്റം ചെയ്തവൻ്റെ പേരെന്താ സാർ? കള്ളൻ. നിങ്ങൾക്ക് മോട്ടോർ വെഹിക്കിൾ ആക്ട് അറിയാമോ? കുറച്ച് എന്ന് പറഞ്ഞാൽ കുറച്ച് ജയിലിൽ പോകേണ്ടി വരും. ഈ കുറച്ച് എന്നില്ല, യെസ് ഓർ നോ? നിങ്ങൾക്ക് പിന്നെ ഗാംബ്ലിംഗ് ആക്ട് അറിയാമോ? യു ആർ അണ്ടർ അറസ്റ്റ്. നിങ്ങൾ എൻ്റെ കൂടി വരണം, നമ്മൾ ജയിലിലേക്ക് പോകണം. PTA പ്രസിഡന്റായി PK റഫീഖിനെയും വൈസ് പ്രസിഡന്റായി ലത്തീഫ് സറാസിനെയും, മദർ PTA പ്രസിഡന്റായി റഫീനിയെയും വൈസ് പ്രസിഡന്റായി റജീനിയെയും തെരഞ്ഞെടുത്തു. പ്രധാന അധ്യാപകൻ AK അബ്ദുൽ ലത്തീഫ് സ്വാഗതവും സീനിയർ അസിസ്റ്റന്റ് ജിഷ നന്ദിയും പറഞ്ഞു. തലശ്ശേരി കോർണർ വയൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന കണ്ണൂർ ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷന്റെ സമ്മർ കോച്ചിംഗ് ക്രിക്കറ്റ് ക്യാമ്പിന്റെ സമാപനവും സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു. സമ്മർ ക്യാമ്പിൽ 236 കുട്ടികളാണ് പങ്കെടുത്തത്. തലശ്ശേരി കോർണർ വയൽ ക്രിക്കറ്റ് സ്റ്റേഡിയം ഭവനിൽ ക്രിക്കറ്റ് അസോസിയേഷന്റെ സമ്മർ കോച്ചിംഗ് ക്രിക്കറ്റ് ക്യാമ്പിന്റെ സമാപനവും സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു. BCCI ചലഞ്ചേഴ്സ് ട്രോഫിയിൽ ഇന്ത്യ ഗ്രീൻ ടീമിനെ പ്രതിനിധീകരിച്ച അക്ഷയ് സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് A അഭിമന്യു അധ്യക്ഷനായി. സെക്രട്ടറി T കൃഷ്ണരാജു സ്വാഗതം പറഞ്ഞു. മഹ്റൂഫ് ആലഞ്ചേരി, BCCI അമ്പയർ ജിഷ്ണു അജിത്ത്, ഇന്ത്യൻ A ടീം ഫീൽഡിംഗ് പരിശീലകൻ OV മസർ മൊയ്തു, KCA പ്രതിനിധി AK സക്കരിയ, ജോയിന്റ് സെക്രട്ടറി P നവാസ്, K ജിതേഷ്, AK സന്തോഷ്, അക്ബർ നടമൽ, PP ഷംസീർ, പരിശീലകരായ വിനയകുമാർ, അശ്വിൻ സുധീഷ്, S സൗരവ്, സുബിൻ സുധാകരൻ, MP സാഹിർ, T സഹീർ തുടങ്ങിയവർ സംബന്ധിച്ചു. ഏപ്രിൽ 1 മുതൽ മെയ് 31 വരെയായിരുന്നു ക്യാമ്പ്. ഇന്ത്യൻ A ടീം ഫീൽഡിംഗ് പരിശീലകൻ മസർ മൊയ്തുവിൻ്റെ കീഴിൽ 5 പരിശീലകരും 6 സീനിയർ താരങ്ങളും ചേർന്ന് ശാസ്ത്രീയമായ രീതിയിലാണ് കോച്ചിങ് നൽകിയത്. അപ്പോൾ 46 ദിവസം മികച്ച രീതിയിൽ ക്യാമ്പ് സംഘടിപ്പിക്കാൻ വേണ്ടി സാധിച്ചത് ഡെഫിനറ്റ്ലി ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ കളക്റ്റീവ് എഫേർട്ട് ഓഫ് ദി കോച്ചസ്, എഫേർട്ട് ഓഫ് ദി പ്ലേയേഴ്സ്, കോൺട്രിബ്യൂഷൻ ഓഫ് ദ പാരൻസ്, അസോസിയേഷൻ മെമ്പേഴ്സ്, അനിയേട്ടന്റെ നേതൃത്വത്തിലുള്ള ഗ്രൗണ്ട് സ്റ്റാഫ് എല്ലാവരും ഒത്തൊരുമയോടുകൂടി കണ്ണൂർ ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷന്റെ ക്യാമ്പ് നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യാനുള്ള ഒരു ഉദ്ദേശത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് മാത്രമാണ് വളരെ മികച്ച രീതിയിൽ നമുക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടി സാധിച്ചത്. സാധാരണ രീതിയിൽ സമ്മർ ക്രിക്കറ്റ് കോച്ചിങ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നേരം നമ്മൾ കോച്ചസിന്റെ മൈൻഡിലുള്ള ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഏതൊരു കുട്ടിയുടെയും തുടക്കം എന്ന് പറയുന്നത് സമ്മർ ക്രിക്കറ്റ് കോച്ചിങ് ക്യാമ്പാണ്. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. അമൃത വിദ്യാലയം പുന്നോൾ തലശ്ശേരി, leading CBSE institution in Kannur district. Daily meditation and strong value-based assemblies.
Secure student transport with 20 well-managed bus routes. Well-equipped lab for physics, chemistry, biology, maths and computer science. Adult tinkering lab fostering innovation through robotics, 3D printing and CNC machines. Enrich co-curricular learning, music, dance, keyboard, guitar, taekwondo, chess, football and table tennis. Yoga for holistic physical and mental wellness. Cheerful KG, activity and playrooms. Well-stocked library with 8,000 plus books. Digital, student-focused classrooms. Fully equipped basketball and badminton courts. Hygienic, pure vegetarian canteen. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുദിന മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണനൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്ര കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. കേരള സർക്കാരിന്റെ പ്രിയദർശിനി സൗജന്യ KSRTC ബസ് യാത്രയ്ക്ക് പള്ളൂരിൽ ആവേശകരമായ വരവേൽപ്പ്. പള്ളൂർ പ്രിയദർശിനി യുവകേന്ദ്രയും വനിതാവേദിയും ചേർന്നാണ് സ്വീകരണം ഒരുക്കിയത്. കേരള സർക്കാരിന്റെ ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ നൽകുന്ന പ്രിയദർശിനി സൗജന്യ യാത്രയ്ക്ക് പള്ളൂരിൽ പ്രിയദർശിനി യുവകേന്ദ്രയും വനിതാവേദിയും ചേർന്ന് സ്വീകരണം നൽകി. നിരവധി ആളുകൾ സ്വീകരണ ചടങ്ങിൽ സംബന്ധിച്ചു. പാനൂർ താലൂക്ക് ആശുപത്രിക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ സ്ഥലം ഏറ്റെടുക്കണമെന്ന് BDJS പാനൂർ മണ്ഡലം രൂപീകരണ ജനറൽ ബോഡി യോഗം ആവശ്യപ്പെട്ടു. പാനൂരിലെ ചിത്രന്റെ വസതിയിലാണ് യോഗം ചേർന്നത്. BDJS സംസ്ഥാന സെക്രട്ടറി E. മനീഷ് ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് കേരളത്തിലെ CPM മാറിയിരിക്കുന്ന കാഴ്ച, അങ്ങനെ CPM കേരളത്തിൽ മാറുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. EDയെ പോലും ആക്രമിക്കപ്പെടുന്ന, ക്രിമിനലുകളെ അഴിച്ചുവിടുന്ന ആ രീതിയിലേക്ക് ഈ നാട്ടിലെ ക്രമസമാധാനം തകർക്കാൻ വേണ്ടിയിട്ട്, ശ്രമം നടത്താൻ വേണ്ടിയിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്.
അങ്ങനെയുള്ള കാഴ്ചകൾക്ക് ഇടയിൽ നിന്നുകൊണ്ട് ഈ കേരളത്തിലെ സംരക്ഷിക്കപ്പെടാൻ, കേരളത്തിലെ ഇന്നത്തെ ഇടത് വലത് മുന്നണികൾ ഈ കേരളത്തിൽ സംരക്ഷിക്കപ്പെടാൻ കഴിയില്ല എന്ന് കേരളത്തിലെ ജനതയ്ക്കുള്ള ബോധത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് കേരളത്തിലെ ക്രമസമാധാനം ഉൾപ്പെടെ സംരക്ഷിക്കപ്പെടുന്ന നിലയിലേക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ നമുക്ക് കഴിയുന്ന നിലയിലേക്ക് മുന്നോട്ട് പോകാൻ ഇപ്പൊ ഇതുപോലുള്ള സംഘടന മണ്ഡല കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കഴിയും. അതിന് വേണ്ടുന്ന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് മുന്നോട്ട് പോകുന്നത്. എം കെ രാജീവൻ അധ്യക്ഷനായി. സി കെ വത്സരാജൻ, പവിത്രൻ വള്ളങ്ങാട്, ബി ഷമിൽ, ടി കെ ബിന്ദു, പ്രഷിജ ചിത്രൻ, എൻ വി അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രസിഡന്റായി ബി ഷമിലിനെയും ജനറൽ സെക്രട്ടറിയായി സി കെ വത്സരാജനെയും ട്രഷററായി എം വി അനീഷിനെയും തെരഞ്ഞെടുത്തു. പാനൂർ താലൂക്ക് ആശുപത്രിക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ സ്ഥലം ഏറ്റെടുക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ അധികൃതരോട് ആവശ്യപ്പെട്ടു. LIC എംപ്ലോയീസ് യൂണിയൻ കണ്ണൂർ കാസർഗോഡ് ജില്ലാ കോർഡിനേഷൻ കമ്മിറ്റിയുടെ വാർഷിക സമ്മേളനവും യാത്രയപ്പ് സമ്മേളനവും കണ്ണൂരിൽ നടന്നു. LICയിൽ ഒഴിഞ്ഞുകിടക്കുന്ന തസ്തികകളിൽ ഉടൻ നിയമനം നടത്തണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. കണ്ണൂർ LIC ഹാളിൽ വി ശിവദാസൻ MP LIC എംപ്ലോയീസ് യൂണിയൻ കണ്ണൂർ കാസർഗോഡ് ജില്ലാ കോർഡിനേഷൻ കമ്മിറ്റിയുടെ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും വലിയ സമരത്തിന്റെ ഭൂമുഖത്താണ് നാം നിൽക്കുന്നത്. അതുകൊണ്ട് ആ സമരത്തിന്റെ പതാക നിത്യജീവിതത്തിന്റെ ഭാഗമായി ഉയർത്തിക്കിട്ടുക എന്നുള്ള സുപ്രധാന കടമ നിർവഹിക്കാൻ നമുക്കെല്ലാം കഴിയേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ സർവീസിൽ നിന്ന് വിരമിക്കുന്നു എന്നുള്ളത് ഈ ഘട്ടത്തിൽ LICയെ സംബന്ധിച്ചിടത്തോളം, ആ യൂണിയനെ സംബന്ധിച്ചിടത്തോളം LICയെ പോലെ രാഷ്ട്ര നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വൻതോതിൽ വിഭവസമാഹരണം നടത്തുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്താനുള്ള നിയമനിർമ്മാണങ്ങളാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്നും ഇതിനെ ചെറുത്തു തോൽപ്പിക്കേണ്ടത് രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്വാശ്രയത്വം സംരക്ഷിക്കുന്നതിന് അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് ഡിവിഷൻ പ്രസിഡന്റ് K ബാഹുലേയൻ അധ്യക്ഷനായി. CC വിനോദ് സ്വാഗതവും T മണി നന്ദിയും പറഞ്ഞു. സർവീസിൽ നിന്ന് വിരമിച്ച MK പ്രേംജിത്തിന് യാത്രയപ്പ് നൽകി. PP കൃഷ്ണൻ, K അശോകൻ, MK ബിജു, MJ ശ്രീറാം, K ഷാജി, അനു കവണിശ്ശേരി, അമൽ രവി, K പ്രദീപ് കുമാർ, TM വിജയൻ, P ഈശ്വരൻ, PP അശോകൻ, NP ഷാജി, PC രാമൻ, MH രാജേഷ്, K അരവിന്ദൻ എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. CC വിനോദിനെ കൺവീനറായും PP മോഹനൻ, രമേഷ് പുതിയറക്കൽ എന്നിവരെ ജോയിന്റ് കൺവീനറുമായാണ് തെരഞ്ഞെടുത്തത്. പാനൂർ ഹൈസ്കൂൾ 1985 SSLC ബാച്ച് ഓർമ്മയുടെ നേതൃത്വത്തിൽ വാർഷിക ജനറൽ ബോഡി യോഗവും സഹപാഠിയായ PK പ്രവീൺ MLAക്ക് സ്വീകരണവും നൽകി. ചടങ്ങിൽ വെച്ച് SSLC +2 പരീക്ഷകളിലെ ഉന്നത വിജയികളെ അനുമോദിക്കുകയും ചെയ്തു. കലാപരിപാടികളും അരങ്ങേറി. പാനൂർ ഹൈസ്കൂളിൽ 1985 അധ്യയന വർഷത്തിൽ SSLC പഠനം നടത്തിയ ബാച്ചിൻ്റെ കൂട്ടായ്മയായ ഓർമ്മയുടെ നേതൃത്വത്തിലാണ് വാർഷികാഘോഷവും ജനറൽ ബോഡി യോഗവും സഹപാഠിയായ PK പ്രവീൺ MLAക്ക് സ്വീകരണവും നൽകിയത്. പാനൂർ സുമംഗലി ഓഡിറ്റോറിയത്തിലാണ് പരിപാടി ഒരുക്കിയത്. പാനൂർ ഹൈസ്കൂൾ റിട്ടയർഡ് അധ്യാപകനായ ബാലൻ മാസ്റ്റർ PK പ്രവീൺ MLA ഷാളണിയിച്ച് ആദരിച്ചു. മണിക്കൂർ ഒരു ദിവസമെങ്കിലും മക്കളോ അച്ഛനോ അമ്മയോ ഒരു മേശയ്ക്ക് ചുറ്റും എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടോ നിനക്കറിയില്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. കാരണം അച്ഛനൊരു നേരത്ത് ഭക്ഷണം, മക്കളൊരു നേരത്ത്, അമ്മാമ്മമാർ അച്ചാച്ചന്മാരുള്ള ഒരു നേരത്ത് ഭക്ഷണം കഴിക്കുന്നു, ഉപ്പ ഒരു നേരത്ത്, ഉമ്മ ഒരു നേരത്ത്, മക്കൾ ഒരു നേരത്ത് ഭക്ഷണം കഴിക്കുന്നു. അണുകുടുംബമാണ് ഇപ്പോൾ. അരമണിക്കൂർ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? സുഖവും ദുഃഖവും അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കിടാൻ സാധിക്കും. അച്ഛനമ്മമാർക്ക് അവരുടെ കഷ്ടപ്പാടുകളും മറ്റും മക്കളെ അറിയിക്കാൻ പറ്റും. മക്കൾ വേദനിക്കുന്നു എന്നിട്ടാണ് പറയാറ്, പക്ഷെ അറിഞ്ഞേ പറ്റൂ. അതനുസരിച്ച് മക്കൾക്ക് എന്ത് പറ്റും? തൻ്റെ പ്രശ്നങ്ങൾ അച്ഛനമ്മമാരിൽ എത്തിക്കാൻ സാധിക്കും. ഇന്ന് സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയൊരു മയക്കുമരുന്ന് എന്ന രീതിയിലേക്കെല്ലാം പുതിയ തലമുറകൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മയോട് തീഷ്ണമായ കണ്ണിൽ മക്കളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും എന്ത് തൻ്റെ മക്കൾക്ക്, മകനോ മകൾക്കോ എന്തോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. ആ രീതിയിലേക്ക് മാറ്റാൻ ഒരു കൂടിച്ചേരൽ എപ്പോഴും അത്യാവശ്യമാണ്. KK സന്ദീപ് അധ്യക്ഷനായി. K അരവിന്ദൻ സ്വാഗതം പറഞ്ഞു. KK ധനഞ്ജയൻ, അലി നാനാറത്ത്, T ബാബു, സ്നേഹലത തുടങ്ങിയവർ സംസാരിച്ചു. എൻഡോമെന്റുകളും ചടങ്ങിൽ വിതരണം ചെയ്തു.
പുതിയ ഭാരവാഹികളെയും സമ്മേളനം തെരഞ്ഞെടുത്തു. സുധാകൃഷ്ണനെ പ്രസിഡന്റായും, ടി ബാബുവിനെ സെക്രട്ടറിയായും, ഹരീന്ദ്രൻ, സ്നേഹലത എന്നിവരെ ജോയിന്റ് സെക്രട്ടറിയായും, അരവിന്ദാക്ഷൻ, അനിൽ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും, സുകുമാര മാസ്റ്ററെ ട്രഷറായുമാണ് തെരഞ്ഞെടുത്തത്. വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഏതോ ഏതോ താളത്തിൽ പാടുന്ന വണ്ണാത്തിക്കിളിയേ, നേരം മറന്നു നീ പാടുന്ന പാട്ടിന്റെ ഈണം മറന്നതാണോ? ചെറുനാടൊരു കാലത്തന്നോടി നടന്നൊരു പെണ്ണെ, കയ്യിൽ കരിമളയിട്ട് കണ്ണിൽ മഷി കൊണ്ടുവരച്ച് പിന്നെ വാമൊഴിയെത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഉത്തര മലബാറിലെ പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ കൊട്ടിയൂരിൽ വൈശാഖ മഹോത്സവത്തിന് ഭക്തജന തിരക്കേറുന്നു. ദിനംപ്രതി എത്തുന്നത് ആയിരക്കണക്കിന് വിശ്വാസികൾ. തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡിൽ മദ്യപിക്കുന്നതിനിടെ തർക്കം. മധ്യവയസ്കനെ കൊലപ്പെടുത്താൻ ശ്രമം, യുവാവ് പിടിയിൽ. തലശ്ശേരി സബ് ഡിവിഷൻ പോലീസ് ഓഫീസിനും തലശ്ശേരി പിണറായി പോലീസ് സ്റ്റേഷനുകൾക്കും ISO സർട്ടിഫിക്കറ്റ് ലഭിച്ചു. ISO ഡയറക്ടർ N. ശ്രീകുമാർ തലശ്ശേരിയിൽ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. എവറസ്റ്റ് ബേസ് ക്യാമ്പ് കീഴടക്കിയ തലശ്ശേരി സ്വദേശികളെ ആദരിച്ച് സുഹൃത്ത് സംഘം. എവറസ്റ്റ് ബേസ് സാഹസികമായി കീഴടക്കിയത് 3 അംഗ സുഹൃത്തുക്കൾ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.